ഇതാരാന്നറിയോ? ഞാൻ ആരാന്നറിയോ? തിരിച്ചിട്ടില്ല. നിന്നെ എനിക്ക് അംഗീകരിക്കേണ്ട ആവശ്യമില്ല. ഇറങ്ങിക്കോ നീ എന്റെ വീട്ടിൽ നിന്ന് പുറത്ത്. ഇതുവരെ വാങ്ങിയ സ്ഥലം ആര് വാങ്ങിയ സ്ഥലം? എന്റെ ഉമ്മാക്ക് സ്വീകരണം വാങ്ങിച്ചു കൊടുത്ത സ്ഥലം. നീ ഏതടി വേശി? ഇറങ്ങിപ്പോടി. അതുകൊണ്ട് നീ എന്റെ ഫ്രണ്ടിൽ വേശിയാണ്. ഇറങ്ങിക്കോ. ഈ നാട്ടുകാരെ കേൾപ്പിക്കാനും നോക്കണ ആൾക്കാർ. ഹായ് എവരിവൺ, അപ്പന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്ന ഉപ്പയെയും രണ്ടാനുമ്മയെയും തെറി വിളിച്ചുകൊണ്ട് പുറത്താക്കുന്ന ഒരു മകളുടെ വീഡിയോ ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു പേരൊക്കെ അതിപ്പോ കണ്ടിട്ടുണ്ടാവും. രണ്ടാം വിവാഹം കഴിച്ചത് മകൾക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് വീട്ടിൽ നിന്ന് പുറത്താക്കിയത് എന്നാണ് പറയുന്നത്. മകൾ മാത്രമല്ല കേട്ടോ, മകളുടെ ഭർത്താവും കൂടി ചേർന്നാണ് ഈ പരിപാടി ഒപ്പിച്ചത്. മകൾക്കും ഭർത്താവിനും തന്റെ വീട് തട്ടിയെടുക്കാനുള്ള പരിപാടിയാണിതെന്ന് പിതാവ് ആരോപിക്കുന്നത്. എന്നാൽ ഉപ്പ ആളത്ര ശരിയല്ലെന്നാണ് മകൾ പറയുന്നത്. ഇതിലെന്താണ് സത്യാവസ്ഥയെന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. അബൂബക്കർ 18 വർഷത്തോളമായി പ്രവാസിയാണ്. 4 വർഷങ്ങൾക്ക് മുമ്പ് മകൾക്കും ഭാര്യയ്ക്കും ഒരു ആക്സിഡന്റ് സംഭവിച്ചു. മകൾക്ക് കുറെ കാലത്തെ ചികിത്സയ്ക്ക് ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞതിന് ശേഷം മകളുടെ വിവാഹമൊക്കെ ഇയാൾ നടത്തിക്കൊടുത്തു. അങ്ങനെ ഇരിക്കെയാണ് ഏകദേശം 1 വർഷം മുമ്പ് അബൂബക്കർ രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നത്. ഈ വിവാഹത്തോടെയാണ് പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നത്. പ്രശ്നം വലുതായി കഴിഞ്ഞ ദിവസം അതൊരു കയ്യാങ്കളി വരെ എത്തി. അതിന്റെ വീഡിയോ എന്തായാലും നമ്മുടെ കയ്യിലുണ്ട്. അതൊന്നും കാണേണ്ടത് തന്നെയാണ് കേട്ടോ. ഞങ്ങൾ ഉപ്പാനെയും ആ രണ്ടാനുമ്മയും ആട്ടിപ്പായിക്കുന്നുണ്ട്. എന്നാലും നമുക്ക് അതൊന്നും കണ്ടുപോകാം. ഇതാരാന്നറിയോ? ഞാൻ ആരാന്നറിയോ? തിരിച്ചിട്ടില്ല. നിന്നെ എനിക്ക് അംഗീകരിക്കേണ്ട ആവശ്യമില്ല. ഇറങ്ങിക്കോ നീ എന്റെ വീട്ടിൽ നിന്ന് പുറത്ത്. ഇതുവരെ വാങ്ങിയ സ്ഥലം ആര് വാങ്ങിയ സ്ഥലം? എന്റെ ഉമ്മാക്ക് സ്വീകരണം വാങ്ങിച്ചു കൊടുത്ത സ്ഥലം. നീ ഏതടി വേശി? ഇറങ്ങിപ്പോടി. കേട്ടില്ലേ, രണ്ടാനമ്മയെ വേശ്യ എന്നൊക്കെയാണ് വിളിക്കുന്നത്. അബൂബക്കർ ഇവരെ നിയമപ്രകാരം വിവാഹം ചെയ്തതാണെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഈ വേശ്യ എന്നൊക്കെ വിളിക്കുന്നത് വളരെ വലിയ മോശമായി പോയെന്നാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടാനമ്മയെ രണ്ടാനുപ്പയൊക്കെ അംഗീകരിക്കാൻ പലർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതൊക്കെ സ്വാഭാവികമാണ്. സുഡാനി ഫ്രം നൈജീരിയ എന്ന് പറയുന്ന ആ ഒരു ഫിലിം ഉണ്ടല്ലോ, അതിനകത്ത് രണ്ടാനുപ്പയെ ഉമ്മ രണ്ടാമത് കല്യാണം കഴിച്ച ആ ഒരു ഉപ്പയെ അംഗീകരിക്കാൻ സൗബിന് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഉമ്മ രണ്ടാമത് കല്യാണം കഴിച്ചത് സൗബിന്റെ കഥാപാത്രത്തിന് അംഗീകരിക്കാൻ കഴിയില്ലായിരുന്നു. രണ്ടാനച്ഛനെ കണ്ടു കഴിഞ്ഞാൽ സൗബിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. പക്ഷേ ഈ സിനിമയുടെ അവസാനം ക്ലൈമാക്സിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, തന്റെ തെറ്റ് മനസ്സിലാക്കിക്കൊണ്ട് സൗബിൻ രണ്ടാനച്ഛനെ സ്നേഹപൂർവ്വം കെട്ടിപ്പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് സ്വീകരിക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. എല്ലാവരുടെയും കണ്ണു നനയിച്ച ആ ഒരു സീൻ എന്ന് പറയുന്നത് ആർക്കും മറക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇത് സിനിമയല്ല കേട്ടോ, ജീവിതമാണ്. ഇവിടെ എന്തൊക്കെയാണ് ഇതിനിടയ്ക്ക് സംഭവിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയില്ലല്ലോ. എന്തായാലും ഈ ഒരു വീഡിയോ ക്ലിപ്പും അബൂബക്കറിന്റെയും ഈ ഭാര്യയുടെയും ഒരു ഇന്റർവ്യൂയുടെ ചെറിയൊരു ബൈറ്റും മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഇവിടെ ഈ മകളുടെയും ഈ ഉപ്പയുടെയും ആ ഒരു ഇതിലൊക്കെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. എന്തായാലും ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കുറച്ച് കമന്റ്സ് ഞാനിത് കണ്ടിരുന്നു. അതിനകത്ത് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ നേരിട്ട് അറിയാവുന്ന ഏതോ വ്യക്തികളാണ് ആ കമന്റ് ചെയ്തിരിക്കുന്നത്. ഉറപ്പില്ല, കമന്റിൽ അബൂബക്കറിനെതിരെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്തായാലും ഈ വിഷയം നമ്മൾ വിശദമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നത് മാത്രമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഇതിന്റെ പിന്നാമ്പുറ കഥകളൊന്നും വിശദമായി അറിയാത്തത് കൊണ്ട് നമുക്ക് ഇതിനകത്ത് ആരുടെയും പക്ഷം പിടിച്ച് സംസാരിക്കാൻ പറ്റത്തില്ല. എന്തായാലും രണ്ട് ഭാഗത്തു നിന്നും വന്ന ഈ തെറ്റും ശരിയും നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യം ഈ വീഡിയോ കാണാം. അതുകൊണ്ട് നീ എന്റെ ഫ്രണ്ടിൽ ദേഷ്യം. ഇറങ്ങിക്കോ. ഈ നാട്ടുകാരെ കേൾപ്പിക്കാനും നോക്കണ ആൾക്കാർ. ഇങ്ങനെയുള്ള സംഗതി ഇല്ലാത്ത നല്ലത്. പിള്ളേരെ നയിക്കോ, പിള്ളേരെ ഇക്കാതെ നയിക്കോ. എനിക്കൊരു പേടിയില്ല. ആകത്തിരിക്കാട്ടാ വെട്ടിന് പീസാക്കി ഞാൻ. എനിക്ക് ഒരു പേടിയില്ല. നീ മോളെ ഇറങ്ങടി കടകെട്ടവളെ. എന്തായാലും കൊള്ളാം, പുതിയ ടൈപ്പ് തെറിവിളികളൊക്കെയാണ് ഇവിടെ കേൾക്കുന്നത്. വാക്കത്തി എടുത്ത് വെട്ടി പീസാക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ കിടകെട്ടവളെ എന്നൊക്കെ ഉള്ള കുറെ വാക്കുകളൊക്കെ, ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എന്തായാലും പുള്ളിക്കാരിയുടെ പെർഫോമൻസ് ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് മറ്റേ ആളെ കണ്ടിട്ടാണ് ചിരി വരുന്നത്. അവരുടെ ഭർത്താവേ നിലാവത്ത് അഴിച്ചു വിട്ട കോഴീനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഒരക്ഷരം കിട്ടുന്നില്ല. അതിന്റെ ആവശ്യമില്ലല്ലോ അല്ലെ. കാര്യം ഭാര്യ ഇവിടെ കിടന്ന് അതിനേക്കാളും കൂടുതൽ പറയുന്നുണ്ടല്ലോ. ഒരു ഗ്യാപ്പ് കൊടുക്കണ്ടേ അങ്ങേർക്ക് സംസാരിക്കാനായിട്ട്. എന്തായാലും ബാക്കിയും കൂടെ കണ്ടുവെക്കാം. എന്റെ കെട്ടിന്റെ പേരെ കൊണ്ട് നീ കേസ് കൊടുത്താ? നീ ആരായിട്ടാടി? ഇറങ്ങടി. ആരെ നീ ഉണ്ടാക്കണേ? റേഷൻ കാർഡ് മാറ്റാൻ കൊടുക്കണ അവന്റെ ഉമ്മാനെ കെട്ടിക്കാൻ. ഉപ്പാനെയാണ് കേട്ടോ പറഞ്ഞത്. കൂട്ടത്തിൽ മരിച്ചുപോയ വല്ലുമ്മക്കെതിരെയും എന്തൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവർക്കിട്ടും കൊടുത്തിട്ടുണ്ട്. റേഷൻ കാർഡ് ഉണ്ടാക്കാൻ നടക്കുന്നു അവന്റെ ഉമ്മാനെ കെട്ടിക്കാനെന്ന്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു. സ്വന്തം ഉപ്പാനോട് തന്നെ എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള രീതിയിലൊക്കെ സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സംഭവം ഇവർക്കിടയിൽ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇത് കുറച്ച് ഓവറായി പോയി. ശരിക്കും ഉപ്പാനോട് കുറച്ച് മാന്യമായിട്ടൊക്കെ പെരുമാറായിരുന്നു. ഇനിയിപ്പോ ഉപ്പാന്റെ പെരുമാറ്റം എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. ബാക്കി കൂടെ കേൾക്കാം. ഇയാള് ഏതൊക്കെ പെണ്ണുങ്ങളുടെ പരസ്യം നിനക്കറിയോ? ഇവിടെ കള്ളം കുടിച്ച് എത്ര പെണ്ണുങ്ങൾക്ക് ഈ താമസിക്കുന്നത് നിനക്കറിയോ? എനിക്ക് ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നീ എന്റെ ഫ്രണ്ടിൽ ദേഷ്യം. ഇറങ്ങിക്കോ. ഷാറ് വെട്ടം വരണം. എടി നീ വിട്ടോ ആളെ. നീ ആളെ വിട്ടോ. ഇവളെ അടിച്ച് പുറത്താവണം.
ആക്കത്തിട്ട് വെട്ടിങ് എനിക്ക് ഒരു പേടിയില്ല. ഫോൺ വിളിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്, കൊട്ടേഷൻ വല്ലതും കൊടുക്കുവാണെന്ന് അറിഞ്ഞില്ല കേട്ടോ. ശരിക്കും ഇവളുടെ ഭർത്താവിനെ കാണുമ്പോഴാണ് എനിക്ക് ചിരി വരുന്നത്. പുള്ളിക്കാരി അവിടെ കിടന്ന് മരണമാസ ഡയലോഗ് ഒക്കെ പറയുമ്പോഴേക്കും പുള്ളിക്കാരൻ അവിടെ കൊണ്ട് മുടിയൊക്കെ സ്റ്റൈലാക്കി കളിക്കുന്നുണ്ട്. ഇവിടെ ഉപ്പാനെയും ഉമ്മാനെയും കൂടെ തെറി പറയുന്ന തിരക്കിലാണ് പുള്ളിക്കാരി ഉള്ളത്. ഇതിന്റെ ഇടയ്ക്കാണ് പുള്ളിക്കാരന്റെ മുടി സ്റ്റൈലാക്കല്. ഓൾക്ക് പ്രസവ വേദന, ഓന് വീണവായന. ശരിക്കും ആ മോള് പറയുന്നത് ഉപ്പ ആള് തീരെ ശരിയല്ല, ഉപ്പ കള്ളും കുടിച്ച് പെണ്ണും പിടിച്ച് നടക്കുക എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. ഇതുപോലെ ഒരുപാട് പെണ്ണുങ്ങളെ ഇയാൾ വീട്ടിൽ വിളിച്ച് കയറ്റാറുണ്ടെന്നും അതുകൊണ്ടാണ് ഇവരെ വേശ്യെന്ന് വിളിക്കുന്നതെന്നുമാണ് ഈ പെണ്ണ് പറയുന്നത്. എന്തൊക്കെയായാലും സ്വന്തം ഉപ്പ പെണ്ണുപിടിയനാണെന്നൊക്കെ ഒരു മോള് വെറുതെ പറയുമോ? എനിക്കറിയില്ല. ഇനിയിപ്പോ സ്വത്തിന്റെ വിഷയം വന്ന് ഭ്രാന്തമൂത്ത് വിളിച്ച് പറഞ്ഞാണോന്നും അറിയില്ലല്ലോ. ചിലപ്പോ സ്വത്തിന്റെ ഒരു ഭാഗം രണ്ടാനുമ്മയുടെ ആ ഒരു ഇതില് ഒരു കൊച്ചുണ്ടാവുകയാണെങ്കിൽ അതിനും കൊടുക്കേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഇനി അതുകൊണ്ടാണ് ഈ മോളുടെ ഈ പ്രകടനം. എന്തായാലും ഈ മോളുടെ ആരോപണം ശരിവെക്കുന്ന രീതിയിൽ കുറച്ച് കമന്റ്സ് കണ്ടായിരുന്നു. അപ്പൊ ഇതാണ് അതിലൊരു കമന്റ്. ആ കമന്റിൽ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അബൂബക്കർ കൂടുതൽ കാലം വിദേശത്തായിരുന്നു, ഭാര്യയും മകളെ ഒന്നും തിരിഞ്ഞു നോക്കില്ലായിരുന്നു. ഈ മകൾ ആക്സിഡന്റ് പറ്റി കോമയിലായ സമയത്ത് പോലും ഇയാള് തിരിഞ്ഞു നോക്കില്ല എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ആ വീടൊക്കെ ഈ പെൺകുട്ടിയുടെ ഉമ്മയും വീട്ടുകാരും ഒക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണെന്നാണ് പറയുന്നത്. ഈ കമന്റ് ഇട്ടത് ആരാണെന്നോ ഇതിലെ സത്യാവസ്ഥ എന്താണെന്നോ ഒന്നും നമുക്കറിയില്ല. ഇനി അടുത്ത കമന്റ് കൂടെ നോക്കാം. ഈ കമന്റ് ഇടുന്നവർ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ്. ഈ പുള്ളിക്കാരന്റെ യഥാർത്ഥ സ്വഭാവം അറിയണമെങ്കിൽ അവിടെ അടുത്തുള്ള തടിയിട്ടപറമ്പ് പോലീസ് സ്റ്റേഷൻ ഉണ്ടല്ലോ, അവിടെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ തന്ത ആരാണെന്നൊക്കെ മനസ്സിലാവുന്നതാണ്. ആ പുള്ളിക്കാരന്റെ കൂടെയാണോ അല്ലെ മകളുടെ കൂടെയാണോ നിൽക്കേണ്ടതെന്ന് ഈ പോലീസ് സ്റ്റേഷനിൽ വന്ന് അന്വേഷിച്ചാൽ മതിയാവും എന്നാണ് പറയുന്നത് ആ കമന്റിൽ. ഇനി എന്തായാലും ഇയാളുടെ പേരിൽ വല്ല പോലീസ് കേസും ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ പോലീസ് കേസ് ഉള്ള ഒരാൾക്ക് വിദേശത്തൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ. എന്താണോ സത്യം നമുക്കറിയില്ല കേട്ടോ. എന്തായാലും ഈ കമന്റ് ഇട്ടവർക്ക് കാര്യം എന്താണെന്ന് വിശദമായിട്ട് നല്ല രീതിയിൽ ഒന്ന് മെൻഷൻ ചെയ്യാറുണ്ടെങ്കിൽ നമുക്കും കൂടെ കാര്യം എന്താണെന്ന് മനസ്സിലായേനെ. എന്തായാലും ഈ വഴക്കിന് ശേഷം ഈ അബൂബക്കറും ഭാര്യയും കൂടി എന്ത് ചെയ്തു, നേരെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയി. എന്തിനാ അഡ്മിറ്റ് ആയെന്നും അറിയില്ല. മകൾ ഉപദ്രവിച്ചത് കൊണ്ടാണോ അതല്ല ഇനി കേസിന് ബലം കിട്ടാൻ വേണ്ടിയിട്ടാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഹോസ്പിറ്റലിൽ വെച്ച് ഇവർ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, അതൊന്ന് കേട്ടു നോക്കാം. ഞാൻ 18 വർഷമായിട്ട് ദോഹ ഖത്തറിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ 4 വർഷം മുമ്പ് എന്റെ ഭാര്യ ഒരു ആക്സിഡന്റ് മരണപ്പെട്ടു. കേട്ടോ, 4 വർഷം മുമ്പ് ഭാര്യ മരണപ്പെട്ടു എന്നാണ് പറയുന്നത്. എന്തായാലും മരണപ്പെട്ട ഉടനെ തന്നെ ചാടിക്കേറി വിവാഹമൊന്നും ഇയാൾ കഴിച്ചിട്ടില്ല. മകളെ കെട്ടിച്ചു വിട്ടതിന് ശേഷം 1-2 കൊല്ലം കഴിഞ്ഞാണ് പുള്ളിക്കാരൻ കല്യാണം കഴിച്ചത്. അതൊന്നും ഒരിക്കലും തെറ്റായി പറയാൻ പറ്റില്ല. ശരിക്കും എന്താന്ന് പറഞ്ഞാൽ ഉപ്പ വേറെ കല്യാണം കഴിക്കുന്നതുകൊണ്ട് മക്കൾക്കൊക്കെ വിഷമം ഉണ്ടാവും. പക്ഷെ നമുക്ക് ഈ ഒരു ആരും നോക്കാനില്ലാത്ത ഒരു സിറ്റുവേഷനിൽ പിന്നെ ഈ മോളെ കല്യാണം കഴിപ്പിച്ചു, ഭാര്യയില്ല, ഒറ്റയ്ക്ക് കഴിയണം, ആ ഒരു അവസ്ഥയിൽ കല്യാണം കഴിക്കേണ്ടെന്നൊന്നും ആർക്കും പറയാനുള്ള അവകാശമില്ല. അപ്പൊ നിങ്ങളൊരു നിലയിലെത്തിയില്ലേ, അപ്പൊ അയാൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അയാൾ ജീവിക്കട്ടെ, അതല്ലേ അതിന്റെ ശരി. ബാക്കിയും കൂടെ കണ്ടുനോക്കാം. കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ്. ആ വീട്ടില് വന്ന് പ്രശ്നം ഉണ്ടാക്കി ഞാൻ ഒരുപാട് പ്രാവശ്യം എറണാകുളം ജില്ലയിലെ തടിയിട്ടപറമ്പ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. പക്ഷെ നമുക്ക് സ്വാധീനം ഇല്ലാത്തതുകൊണ്ട് അവരത് തള്ളി കളയാണ്. അപ്പോ അത് ശരി, പിടിപാടില്ലാത്തതുകൊണ്ട് പോലീസ് ഇടപെട്ടില്ല എന്നൊക്കെ പറഞ്ഞു, അതൊക്കെ വിശ്വസിക്കാൻ കുറച്ച് പാടാണ്. അതും ഇങ്ങനെ ഒരു കേസിൽ പോലീസിന് പ്രത്യേകിച്ചൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ. അല്ലെങ്കിൽ എതിർഭാഗത്ത് നിൽക്കുന്നത് നല്ല പിടിപാടുള്ള ഒരു വ്യക്തിയായിരിക്കും. ഇതിപ്പോ അങ്ങനൊന്നും അല്ലല്ലോ. എതിരെ നിൽക്കുന്നത് സ്വന്തം മോളും മരുമോനും അല്ലേ. മോക്കാണെങ്കിൽ നല്ലപോലെ തെറി പറയാനും അറിയാം, മരുമോനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനും അറിയാം. അല്ലാണ്ട് ഇവർക്ക് എന്തെങ്കിലും പിടിപാടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അബൂബക്കറും അയാളുടെ ഭാര്യയും തുടർന്നും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതും കൂടെ കണ്ടുനോക്കാം. ഒരു ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരില്ല. എനിക്ക് ആൾക്കാരുമായിട്ട് വലിയ ഇതില്ല. ഞാൻ ഗൾഫിലായതുകൊണ്ട് 18 വർഷം ഗൾഫിലായതുകൊണ്ട് ആദ്യമായിട്ട് എനിക്ക് ബന്ധങ്ങൾ കുറവാണ്. അപ്പോൾ ആരും എന്നെ സഹായിക്കാനില്ല. അപ്പൊ പരാതി കൊടുക്കാന്നല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. വേറെ വീടില്ല. 5 സെന്റ് സ്ഥലവും വീട് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. മരുമോൻ വേണം, പുള്ളിക്ക് വേണമെന്നതാണ്. എനിക്ക് വേറെ വീട് ഞാൻ കൊടുത്തേനെ, പക്ഷെ വീടില്ല. കാരണം വെച്ചാൽ വീട്ടില് ഒന്ന് പ്രശ്നം ഉണ്ടാക്കുക, എന്റെ ഗേറ്റ് തല്ലി പൊട്ടിച്ച് കളയുക, പിന്നെ വാതിൽ ലോക്ക് ചെയ്തിട്ട് ഞാൻ പോയത്, അതൊക്കെ ചവിട്ടി പൊളിച്ച് കളഞ്ഞു. പിന്നെ ഞാനിപ്പോ ഒരു ഇതാണ് ഈ ബ്ലോക്ക് വന്ന് ഇപ്പൊ 2 ലക്ഷം രൂപ എന്റെ ഹോസ്പിറ്റലായി. ഞാൻ ആകെ ടയർഡാണ്. എനിക്ക് മകള് പ്രശ്നം ഭയങ്കര പ്രശ്നം. അത് ഞാൻ വീഡിയോ കാണിച്ചു തരാം സാർ. എന്നെ പോലും വീട്ടിൽ കെട്ടുന്നില്ല. എന്നെ ഒരുപാട് അസുഖങ്ങളോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, തിരിച്ചുപോയി, വീട്ടിലേക്ക് തിരിച്ചുപോയി. അന്നപ്പാണ് 10 മണിയായിട്ട് അവള് വന്ന് പിന്നെ വാതില് ചവിട്ടി അവള് പൊളിക്കാന്ന് പറഞ്ഞു. വാതില് കുറച്ചൊന്ന് ഇതായിട്ടുണ്ട്, തള്ളി കളിക്കുന്നുണ്ട്. അപ്പൊ ഒക്കെ വാതില് തുറന്ന് അകത്ത് കയറി കെടുക്കടി പുറത്ത് എന്നോട് ആരവിടെ കിടക്കുന്ന ദേഷ്യാണെന്ന് ഞാൻ പറയുന്ന മുടി പിടിച്ച് മാന്തി കൈ പിടിച്ചൊടിച്ച് എനിക്ക് നല്ല വേദന ഉണ്ട് ഇവിടെ. എന്നിട്ട് പിന്നെ ഞാൻ അവളോട് പറഞ്ഞു, ഞാൻ കല്യാണം കഴിച്ചു വന്നാണ്. ഇസ്ലാം നിയമപ്രകാരം ഞാൻ കല്യാണം കഴിച്ചു 24/2/2024 കല്യാണം കഴിച്ചാണ് നിയമപ്രകാരം. ഞങ്ങൾ കല്യാണം കഴിച്ച് ഇവിടെ വന്നതാണ്. വന്ന് ഞാനൊരു വേശ്യായിട്ടല്ല വന്നത്, ഓളിനെ വേശ്യാന്ന് എല്ലാം വിളിച്ചത് ഒരുപാട് തവണ വെച്ചിട്ട്.
ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ആ ഉമ്മ കരച്ചിലടക്കാൻ ഒരുപാട് പാടുപെടുന്നുണ്ട്. എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരേണ്ടത് അത്യാവശ്യമാണ്. തെറ്റാരുടെ ഭാഗത്താണെങ്കിലും അത് തിരുത്തി മുന്നോട്ട് പോവുക എന്നതാണ് ആകെയുള്ള ഒരു പോംവഴി. ഇനിയിപ്പൊ നിയമപരമായി പോവുകയാണെങ്കിൽ അങ്ങനെയും ആകാം. ഇനിയിപ്പൊ തർക്കം മൂത്ത് ഉപ്പാനെ മകള് വെട്ടിക്കൊന്നു എന്നും ഉപ്പ മകളെ കൊന്നു എന്നും ഒക്കെ ഉള്ള വാർത്തകൾ കേൾക്കേണ്ടി വരാതിരിക്കട്ടെ. ഇത് മാത്രമേ എനിക്കിപ്പോ പറയാനുള്ളൂ. അപ്പൊ എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നിയെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.